ഹൊറർ ത്രില്ലർ മൂവീസിന് ഇന്ത്യയിൽ വലിയൊരു മാർക്കറ്റ് തന്നെയുണ്ട്. എന്നാൽ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തുവരുന്ന എല്ലാ ഹൊറർ സിനിമകൾക്കും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കാറില്ല. ഇന്ത്യയിലെ ഹൊറർ ഫിലിമുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി മികച്ചൊരു സ്ക്രിപ്റ്റ് ഇല്ല എന്നത് തന്നെയാണ്. ഇവിടെ ഹൊറർ വിഭാഗത്തിൽ ഒരു 10 സിനിമ പുറത്തിറങ്ങുകയാണെങ്കിൽ അതിൽ 1-2 ചിത്രങ്ങൾക്ക് മാത്രമേ ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിക്കാറുള്ളൂ. കേരളത്തിലെ പ്രേത സിനിമകളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ വെള്ള സാരി ഉടുത്തുകൊണ്ട് പനമരത്തിൽ താമസിക്കുന്ന ആളുകളുടെ ചോര കുടിച്ച് ദാഹം മാറ്റുന്ന സ്ത്രീ കഥാപാത്രങ്ങളെയാണ് മലയാള സിനിമയിൽ തുടക്കകാലത്ത് പ്രേതം അഥവാ യക്ഷിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതലും സ്ത്രീ കഥാപാത്രങ്ങളാണ് സിനിമകളിൽ പ്രേതമായിട്ട് മാറിയിരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറിയപ്പോഴും മലയാള സിനിമയിലെ പ്രേതത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ചില പ്രേതങ്ങൾ കോസ്റ്റ്യൂംസിൽ കളർ ചേഞ്ച് വരെ വരുത്തി. കാലം പോകെ പോകെ സൂപ്പർ പവേഴ്സ് കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രേതങ്ങൾ വരെ മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ രാത്രി പാട്ടുപാടി വെള്ള സാരി എടുത്ത് തന്നെ കൊന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന യക്ഷികൾ വീണ്ടും വന്നു. എന്നാൽ സാധാരണ യക്ഷിക്കഥകൾക്കപ്പുറം ഹൊറർ ജോണറിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന സിനിമയായിരുന്നു മധുമുട്ടം സാർ എഴുതിയ നമ്മുടെ സ്വന്തം മണിച്ചിത്രത്താഴ്. ഹൊറർ എലമെന്റ്സിനൊപ്പം സൈക്കോളജിയും കൂട്ടിച്ചേർത്ത് പാരമ്പര്യമായി നിലനിന്നിരുന്ന പ്രേതസങ്കല്പത്തെ മണിച്ചിത്രത്താഴെന്ന സിനിമ പൊളിച്ചെഴുതുകയായിരുന്നു. പിന്നീട് വന്ന ദേവദൂതൻ, അപരിചിതൻ, വിന്റർ, എസ്ര, പ്രീസ്റ്റ്, കോൾഡ് കേസ്, ഭൂതകാലം തുടങ്ങിയ സിനിമകൾ മലയാളത്തിൽ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന ഹൊറർ സിനിമകളുടെ ഫോർമാറ്റ് തന്നെ പൊളിച്ചെഴുതി. എന്നാൽ ഇപ്പോഴും മലയാള സിനിമ ഹൊറർ എന്ന ജോണറ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് സത്യം. വലിയൊരു ഉദാഹരണമാണ് ആകാശഗംഗ 2. തമിഴിലും ഹിന്ദിയിലും ഹൊറർ വിഭാഗത്തിൽ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങാറുണ്ട് എങ്കിലും അവയിൽ പലതും വേണ്ടത്ര നിലവാരം പുലർത്താറില്ല. ആദ്യം വലിയ ഹിറ്റായി മാറിയ കാഞ്ചന സീരീസ് ഇപ്പോൾ തനി വെറുപ്പിക്കലായിട്ട് മാറിയിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. വെനം സിനിമയിലെ എഡി ബ്രോക്കിനെ പോലെ പ്രേതങ്ങൾക്ക് വാടകയ്ക്ക് താമസിക്കാൻ സ്വന്തം ശരീരം കൊടുക്കുന്ന നായകനെ കാഞ്ചന സീരീസിൽ ഇപ്പൊ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഡയറക്ടർ സുന്ദർ സി അരൺമനെ സീരീസിന്റെ പേരിൽ എന്തൊക്കെയോ എടുത്തു കൂട്ടുന്നുണ്ട്. എന്തിനാണാവോ തമ്പുരാൻ അറിയാം. എന്നാൽ മരുഭൂമിയിൽ ഇടയ്ക്ക് പെയ്യുന്ന മഴ പോലെ ചില ക്വാളിറ്റിയുള്ള ഹൊറർ ഫിലിംസും തമിഴ് ഇൻഡസ്ട്രിയിൽ റിലീസ് ചെയ്യാറുണ്ട്. 13B അഥവാ യാവരും നലം, ഷോക്ക്, മായ, പിസ, ഡിമോണ്ടി കോളനി തുടങ്ങിയ സിനിമകൾ ഹൊറർ സിനിമകൾ ഇഷ്ടമുള്ളവർ ഉറപ്പായും കണ്ടിരിക്കേണ്ട തമിഴ് സിനിമകളാണ്. 90-20, ഏക് ദി ഡയാൻ, തുമ്പാട്, 404, എറർ നോട്ട് ഫൗണ്ട്, സ്ത്രീ തുടങ്ങിയ സിനിമകൾ ബോളിവുഡിലെ തന്നെ മികച്ച ഹൊറർ സിനിമകളാണ്. നല്ലൊരു ഹൊറർ സിനിമയ്ക്ക് വലിയൊരു ബഡ്ജറ്റോ VFX ഒന്നും ആവശ്യമില്ല. നല്ലൊരു കോൺസെപ്റ്റും മികച്ച തിരക്കഥയുണ്ടെങ്കിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയുന്ന ക്വാളിറ്റി ഹൊറർ ഫിലിംസ് മലയാളത്തിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള ഹൊറർ സിനിമകൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട് പേടിച്ച് ഞെട്ടിയ ഹൊറർ ഫിലിം ഏതാണെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.